ഹായ് SL ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് റിലേഷൻഷിപ്സിൽ സാധാരണ കാണാറുള്ള കുറച്ച് ട്രാപ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു റിലേഷൻഷിപ്പിലായിട്ട് അയാളായിട്ട് ബ്രേക്കപ്പ് സംഭവിച്ചു എന്ന് വിചാരിക്കാം. വീണ്ടും ആ ഒരു പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് മേ ബി അവർ നമ്മളോടൊരു പ്രതികാരം വീട്ടുക എന്നുള്ള രീതിയിലൊക്കെ ആ റിലേഷൻഷിപ്പിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയായിരിക്കും അവർ വീണ്ടും ആ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ നമുക്ക് വേണ്ടി ഒരു ട്രാപ്പ് ഒരുക്കി വെച്ചിട്ടായിരിക്കാം അവരിങ്ങനെ റിലേഷൻഷിപ്പ് തുടങ്ങാം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ആ ഒരു ബന്ധത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ നമുക്കത് അറിയാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇത്തരത്തിൽ ഒരുപാട് ട്രാപ്സ് നമുക്ക് റിലേഷൻഷിപ്പിൽ ഉണ്ടാവാം എന്നുള്ളതാണ്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളെ ട്രാപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഈ പറയുന്ന സൈനുകൾ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇതൊക്കെ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതൊരു ട്രാപ്പ് തന്നെയാണ് എന്നുള്ളത്. സോ എന്തൊക്കെയാണ് സൈൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഏതൊരു കാര്യത്തിലും നിങ്ങളുടെ ഒരു ബൗണ്ടറി വെക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെയാണ് അവരുടെ തീരുമാനങ്ങളും അവരുടെ അഭിപ്രായങ്ങളും നിങ്ങളിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. ഇവിടെ നിങ്ങളുടെ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനങ്ങൾക്കോ നിങ്ങളുടെ ഫീലിങ്സിനോ യാതൊരു വില ഉണ്ടായിരിക്കില്ല. അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യണം എന്നായിരിക്കും അവർ വിചാരിക്കുന്നുണ്ടാവുക. അത് ചിലപ്പോൾ സ്നേഹത്തോടെ ആയിരിക്കാം ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ടാവുക, അതായത് ചെയ്യിപ്പിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ അനുസരിപ്പിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ സ്നേഹത്തോടെയാണ് എന്നുണ്ടെങ്കിലും തുടക്കം മാത്രമേ നമുക്ക് ആ സ്നേഹം കാണാൻ പറ്റുള്ളൂ. പോകെ പോകെ കുറച്ചുകൂടി ക്രൂരമായിട്ട് അവർ പെരുമാറാൻ തുടങ്ങും എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ നിങ്ങളെ എല്ലാ രീതിയിലും നിയന്ത്രിക്കാൻ ആ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ട്രാപ്പിന്റെ ഒരു സൈൻ ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ടായിരിക്കും. മാത്രമല്ല ഈ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്വന്തം അവകാശമാണ്. ഈ ഒരു അവകാശം പോലും ഇല്ലാതാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ഇതിന് നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് പുറത്ത് പോകണമെന്ന് വിചാരിക്കാം. നിങ്ങൾ അതിനെ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ അവരോടത് ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ അവർ അത് വേണ്ടാന്ന് പറയുന്നുണ്ടായിരിക്കും, അതായത് അതിനെ സമ്മതിക്കാതാവുക. അപ്പൊ ഇതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിനൊന്നും തന്നെ അവർ യാതൊരു വാല്യൂം തരുന്നുണ്ടായിരിക്കില്ല. അവർ പറയുന്ന പോലെ നീ അവരെ കാണരുത് അല്ലെങ്കിൽ അവരോട് സംസാരിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അനുസരിക്കാം, അത്രേ ഉണ്ടാവുള്ളൂ. അഥവാ നമ്മൾ തെറ്റിച്ചു എന്നുണ്ടെങ്കിൽ വളരെ മോശമായ രീതിയിലായിരിക്കും നമ്മളോട് ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ ആദ്യം അങ്ങനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിട്ട് അവരിലേക്ക് നന്നായി അടുപ്പിക്കും. പിന്നീട് അവർ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. അപ്പൊ ഇവർ എന്തൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് സ്നേഹിച്ചത് കൊണ്ട് തന്നെ അവരെ വിട്ടുപോകാനായിട്ട് നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സഹിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് ഇവിടെ ചെയ്യുക. അപ്പൊ ഇത്തരത്തിൽ അവർ ആദ്യം അങ്ങനെ സ്നേഹിച്ച് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ എല്ലാ കാര്യത്തിലും നിയന്ത്രിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുമ്പോഴോ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് വരിക ചെയ്യാം. കാരണം നിങ്ങൾക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾക്ക് അവരോട് തിരിച്ചു പറയാൻ പറ്റുന്നില്ല, അവർ പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ആ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും വേണമെന്ന് നിങ്ങളുടെ മനസ്സിൽ വല്ലാതെ തോന്നുന്നുണ്ടായിരിക്കും. എങ്ങനെയെങ്കിലും നിൽക്കണം എന്നുള്ളത് തോന്നുന്നതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഈ ഒരു ട്രാപ്പിൽ നിന്ന് പുറത്ത് കിടക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതാണ്. പക്ഷെ ഇതൊരു ട്രാപ്പാണെന്ന് മനസ്സിലാക്കാനുള്ള രണ്ടാമത്തെ സൈനാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്താൻ, അത് ഇല്ലാതാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടാവും, അതിൽ എടുത്തു ചാടി പെരുമാറുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത് നിങ്ങളെ മാനസികമായി പീഡിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുന്ന സമയത്ത്, അതായത് എന്തെങ്കിലും ചെറിയ ചെറിയ തർക്കങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്ന രീതിയിൽ അവർ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നുണ്ടാവും. അത് വാക്കുകൾ കൊണ്ട് നിങ്ങളെ മുറിവേൽപ്പിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അവർ പ്രവൃത്തി കൊണ്ടായിരിക്കില്ല, പക്ഷെ വാക്കുകൾ കൊണ്ട്. നമ്മൾ പറയാറുണ്ട് ഒരു അടിച്ചാൽ പോലും നമുക്ക് അത്ര വലിയ പ്രശ്നമല്ല, പക്ഷെ വാക്ക് കൊണ്ട് നമ്മളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീരെ സഹിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഇപ്പൊ നമുക്ക് ശരീരത്തിൽ ഒരു അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വേദന പോകുമ്പോൾ അതുകൊണ്ട് മാറിക്കോളും. നമ്മൾ പറയുന്ന വാക്കുകളിലൂടെ നമുക്ക് വേദന ഉണ്ടായി കഴിഞ്ഞാൽ അത് പോവാനായിട്ട് ഭയങ്കര പ്രശ്നമാണ്, അതായത് ഭയങ്കര പ്രയാസമാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ അവർക്കത് അറിയാം, വാക്കുകൾ കൊണ്ട് പറയുന്നതാണ് കൂടുതൽ വേദനിപ്പിക്കുക എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വാക്കുകൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളെ വിഷമിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ മാനസികമായി നിങ്ങൾ എങ്ങനെ വേദനിപ്പിക്കണം എന്നുള്ളത് വളരെ കൃത്യമായി അറിയുന്ന ഒരാളായിരിക്കും. ഇവര് മുന്നേ ഉണ്ടായിരുന്ന പോലെ ആവില്ല ഇപ്പൊ നിങ്ങളടുത്ത് പെരുമാറുന്നുണ്ടായിരിക്കാം. ഒരുപാട് മാറ്റം കാണാൻ പറ്റുന്നുണ്ടാവും. ചിലപ്പോൾ മുന്നേ സംഭവിച്ച കാര്യങ്ങൾ വരെ എടുത്ത് പറയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ കുത്തി നോവിക്കുക, അങ്ങനെ പറയില്ലേ, ആ രീതിയിൽ ഒരുപാട് വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ യൂസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളോട് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ അവരിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളെ മാനസികമായി വേദനിപ്പിക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, മാനസികമായി പീഡിപ്പിക്കാൻ അവർ തയ്യാറാവുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ട്രാപ്പിന്റെ മറ്റൊരു സൈനായിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളെ സാമ്പത്തികപരമായി ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ്.
ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ പുറമെ ഇവർ ചെയ്യുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ ഈ ഫിനാൻഷ്യലി നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു സമ്പത്ത് മുഴുവൻ അവരിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടാവും. അതുമല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നിന്ന് ക്യാഷ് അങ്ങനെ വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ശരിക്കും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പകുതി മുക്കാൽ എമൗണ്ട് പോയിട്ടുണ്ടാവുക അവരുടെ കയ്യിലേക്കായിരിക്കും. അതായത് അവരിങ്ങനെ ഇപ്പോഴും നിങ്ങളുടെ ഇത് വാങ്ങിക്കുന്നുണ്ടാവും, എന്തെങ്കിലും ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ എമൗണ്ട് ഇല്ലാന്ന് പറഞ്ഞാൽ പോലും അവർ സമ്മതിക്കുന്നുണ്ടാവില്ല. എനിക്ക് വേറെ എങ്ങനെയൊക്കെ എമൗണ്ട് റെഡിയാക്കി താ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഇത്തരത്തിൽ ക്യാഷ് വാങ്ങി കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ അതായത് ഈ സാമ്പത്തികപരമായ ഒരു ചൂഷണവും അവരുടെ ഭാഗത്ത് നിന്ന് നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതലായിട്ട് നമുക്കൊരു സൈനിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത്രയും സൈനുകളാണ് സാധാരണയായിട്ട് നമ്മൾ കാണാറുള്ളത്. ഇതിൽ കൂടുതലുണ്ട്, പക്ഷെ കൂടുതലായിട്ട് നമ്മൾ കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള ക്ലയൻസിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവരിൽ പറയുന്ന കുറച്ച് സൈനുകളാണ് ഇന്ന് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇതൊരു ട്രാപ്പ് തന്നെയാണ്. അതായത് മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങളെ ട്രാപ്പിൽ പെടുത്തണം എന്ന് ചിന്തിച്ചുകൊണ്ട് വരുന്നൊരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളായിരിക്കാം എന്നുള്ളതാണ്. സോ അത് ഒരുപാട് കാലം മുന്നോട്ട് കൊണ്ടുപോകാതെ നേരത്തെ തന്നെ നിങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ദെൻ ആ ട്രാപ്പിൽ നിന്ന് പുറത്ത് കിടക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവും, ഇല്ല ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ചിലപ്പോൾ സ്നേഹക്കൂടുതൽ കൊണ്ട് കാണിക്കുന്നതായിരിക്കാം ഇതെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ സ്നേഹക്കൂടുതൽ കൊണ്ട് ഒരാൾ നമ്മളെ വേദനിപ്പിക്കില്ല എന്നുള്ളതാണ്. ആ ഒരു സത്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ചെറിയ രീതിയിലൊക്കെ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതല്ല, അതിൽ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കിടക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിരിക്കാം. അതാണ് നിങ്ങളുടെ ജീവിതത്തിനും നല്ലത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്